സുജിയ, വിമർശനങ്ങളോട് വിരോധമാണോ? വിമർശനങ്ങളോട് വിരോധമുണ്ട്. അത് പാർട്ടി മുഖപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ആ വിഷയം വരികയും സമാനമായ പ്രതികരണങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വിവിധ ചർച്ചകളിൽ പാനലിസ്റ്റുകളായി ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ ശ്രീ എം പ്രകാശനാണ് ഇരുന്നത്. അതുപോലെ വിവിധ ചാനലുകളിൽ ഡിബേറ്റുകളിൽ വരുന്ന CPIM-ന്റെ നേതാക്കൾ എല്ലാവരും സമാന രീതിയിലുള്ള വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ചെലവാക്കിയത് എത്രയാണ് ആരോഗ്യ മേഖലയ്ക്ക്, ഇപ്പോൾ ഇവിടെ ആൻഡ്രോ സർ സൂചിപ്പിച്ചതുപോലെ ആ കണക്ക് എല്ലായിടത്തും ഒരേ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊതു കണക്കുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇടത് സർക്കാരിന്റെ, അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെയും കാലത്ത് കേരളത്തിൽ മാറ്റം വന്നിട്ടില്ല എന്നൊന്നും പറയാനല്ലല്ലോ നമ്മുടെ ഈ ചർച്ച. അതായത് ആരോഗ്യ മേഖലയിൽ അതുപോലെ കിഫ്ബി വഴി നിർമ്മിച്ച കെട്ടിടങ്ങളിൽ അതിലൊന്നും അപാകതയുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച. അതിനു മുൻപുണ്ടായിരുന്ന അപാകത കണ്ടെത്തിയ, ഫിറ്റ്നസ് ഇല്ല അല്ലെങ്കിൽ ഫിറ്റ് അല്ല എന്ന് കണ്ടെത്തിയ ഒരു കെട്ടിടം അത് ഉമ്മൻചാണ്ടിയോ പൊളിച്ചില്ല, പിണറായി വിജയൻ എന്തുകൊണ്ട് പൊളിച്ചില്ല? അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിനെയാണ്. ഇടത് സർക്കാർ അധികാരത്തിലെത്തി 9 വർഷം കഴിഞ്ഞ് 10-ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഫിറ്റ് അല്ലാത്ത ഒരു കെട്ടിടം അതേപടി അവിടെ നിലനിർത്തിയത് എന്തുകൊണ്ടാണ്? മറുഭാഗത്ത് കെട്ടിടം പണിയുന്നു, ഈ കെട്ടിടം ഉപയോഗയോഗ്യമല്ല എന്ന് കണ്ടെത്തുന്ന റിപ്പോർട്ട് മുന്നിൽ വന്നിട്ടും കുറെ കാലമായതാണല്ലോ. ആ റിപ്പോർട്ട് അടക്കം അവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ആ കെട്ടിടം പൊളിച്ചില്ല? പൊളിച്ചിരുന്നെങ്കിൽ അതിനടിയിൽപ്പെട്ട് ബിന്ദു മരിക്കില്ലായിരുന്നു, മറ്റുള്ളവർക്ക് പരിക്കേൽക്കില്ലായിരുന്നു. മാത്രമല്ല, പുതിയ കെട്ടിടം നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ നിലവിൽ ചികിത്സ തുടരുന്ന ഭാഗത്ത് ആവശ്യത്തിന് ശുചിമുറിയുണ്ടോ? ഒരു ആശുപത്രിയിൽ പ്രാഥമികമായി എല്ലാ രോഗികളും അതുപോലെ കൂട്ടിരിപ്പുകാരും ഒക്കെ ധാരാളമായി വന്ന് പോകുന്ന സ്ഥലത്ത് ആ ശങ്ക തീർക്കാനായിട്ടുള്ള ഒരു സ്ഥലം വേണമല്ലോ. അതൊരു മിനിമം റിക്വയർമെന്റ് അല്ലേ? അത് ഇല്ലാതിരിക്കുകയും പൂട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായി കിടക്കുന്ന അപകട സാധ്യതയുള്ള ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിലേക്ക് പ്രാഥമിക ആവശ്യത്തിനായി ഒരു സ്ത്രീക്ക് പോകേണ്ടി വരിക ചെയ്യുന്നത് എന്നുള്ളത് നമ്പർ 1 കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണോ? അതേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുന്നവരെല്ലാം മരണ വ്യാപാരികളാവുകയാണോ? അതാണ് അവിടുത്തെ ചോദ്യം. എവിടെയാണ്, ഏത് സാഹചര്യത്തിലാണ് ബിന്ദു മരിച്ചത്? ബിന്ദു മാത്രമല്ല, അവിടെ ചികിത്സയിൽ കഴിയുകയായിരുന്ന ബിന്ദുവിന്റെ മകൾ നവമിയും ഇതേ ശുചിമുറി ഉപയോഗിക്കാനായിട്ട് പോകുമായിരുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള മറ്റാളുകളും ഇതേ ശുചിമുറി ഉപയോഗിക്കാൻ പോകുമായിരുന്നു. അവിടെയാണ് ഈ ഫെയിലിയർ കിടക്കുന്നത്. അപ്പോൾ പൂട്ടിക്കിടക്കുന്ന, ഉപയോഗത്തിൽ ഇല്ലാത്ത ഒരു കെട്ടിടമെന്ന് വിശേഷിപ്പിക്കുകയും അതേ കെട്ടിടം ആളുകൾ ബിന്ദുവിന്റെ മരണ സമയം വരെ അല്ലെങ്കിൽ ആ കെട്ടിടം താഴെ വീഴുന്നത് വരെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാവിലെ 10:30 മണിയോടുകൂടി ആയിരിക്കണം ആ കെട്ടിടത്തിലേക്ക് ബിന്ദു പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ 10 മണിക്ക് ശേഷമുള്ള സമയത്തായിരിക്കാം. അപ്പോൾ അതുവരെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, ആളുകൾ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഉപയോഗത്തിലില്ല, ആ കെട്ടിടം നേരത്തെ തന്നെ അവിടെ ഫിറ്റ്നസ് ഇല്ല എന്ന് കണ്ടെത്തിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി പൊളിച്ചില്ല, അതുകൊണ്ട് ഞങ്ങളും പൊളിക്കില്ല എന്ന് പറയാൻ ഉമ്മൻചാണ്ടി കാലത്തുള്ളതെല്ലാം അതേപടി നിലനിർത്തിക്കൊണ്ടുവരുന്ന ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ചക്കാരൊന്നും അല്ലല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ആ വാദം നിലനിൽക്കുക? ഇപ്പുറത്ത് നിങ്ങൾ നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കോളൂ, നല്ല പൂന്തോട്ടം ഉണ്ടാക്കിക്കോളൂ, അതിൽ നല്ല പൂ വിരിഞ്ഞോട്ടെ. പക്ഷേ മറുഭാഗത്ത് കള പിടിച്ച് കിടക്കുകയാണെങ്കിൽ ആ കള പറിക്കണം സർ. കള പറിക്കാതെ ആ കളയെ അവിടെ ഇടുകയും ഇവിടെ ഞങ്ങൾ പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, കിഫ്ബിയിലെ പൂന്തോട്ടത്തിന് നല്ല ഭംഗിയുണ്ടല്ലോ, അവിടെ നിറയെ പൂമ്പാറ്റകളാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറുഭാഗത്ത് വൃത്തികേടായി കിടക്കുന്ന കാര്യങ്ങൾ അത് ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. അത് പോയിട്ടില്ല എന്നതാണ് ഇവിടുത്തെ വസ്തുത. ആ വസ്തുത തിരിച്ചറിയാതെ, ആ വസ്തുത അംഗീകരിക്കാതെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ജനത്തിന് കൃത്യമായി അത് മനസ്സിലായിട്ടുണ്ട്. പൊളിച്ചു കളയേണ്ടിയിരുന്ന കെട്ടിടമാണ്, അത് പൊളിച്ചു കളയാതിരുന്നതാണ്, അത് വീഴ്ച തന്നെയാണ്. അത് എന്തുകൊണ്ട് അവിടെ നിന്ന് ആ കൃത്യമായ ഡെമോളിഷൻ നടന്നില്ല? ഞാൻ ഇന്നലത്തെ അഭിപ്രായം ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ട് ആ ഡെമോളിഷൻ നടന്നില്ല? അതൊരു വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ആ സ്ത്രീക്ക് ആ കെട്ടിടത്തിലേക്ക് പ്രാഥമിക ആവശ്യത്തിനായി പോകേണ്ടി വന്നത്. ഒരു ചികിത്സക്കിടയിൽ മരിക്കുന്നതല്ല. സാർ നേരത്തെ കുറെ കണക്ക് പറഞ്ഞല്ലോ, സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ രോഗികൾ മരിക്കുന്നു. ഇവിടെ രോഗിയല്ല സാർ മരിച്ചത്, രോഗിയുടെ കൂട്ടിരിപ്പുകാരി പ്രാഥമിക ആവശ്യത്തിനായിട്ട് ശുചിമുറിയിൽ പോയപ്പോൾ ആ ശുചിമുറി തകർന്നു വീണ് അവർ മരിച്ചത്, അല്ലാതെ ചികിത്സാ പിഴവ് കൊണ്ട് മരിച്ചതല്ല. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ, പൊതുജനാരോഗ്യ മേഖലയിലെ ചികിത്സാ സംവിധാനങ്ങളിലെ പിഴവല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഒരു പൊളിക്കാറായി കിടന്ന അല്ലെങ്കിൽ ഫിറ്റല്ലാത്ത ഒരു കെട്ടിടത്തിലേക്ക് അടിയന്തര സാഹചര്യത്തിൽ, അതും മറ്റൊരു വഴിയില്ലാതെ ഒരു സ്ത്രീക്ക് പോകേണ്ടി വന്നു, ഒരു കൂട്ടിരിപ്പുകാരിക്ക് പോകേണ്ടി വന്നു. അവിടെയാണ് ആ ഫെയിലിയർ. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഡോക്ടർ ജയകുമാറിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയാകെ മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിപക്ഷത്തിന്റെ അങ്ങനെ ഒരു നീക്കം പ്രതിപക്ഷം നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. കാരണം സർക്കാർ ആശുപത്രികളെ, സർക്കാർ വിദ്യാലയങ്ങളെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാലേ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിച്ചാലേ അവയ്ക്ക് മുന്നോട്ടേക്ക് വരാൻ കഴിയുകയുള്ളൂ. കൂടുതൽ ആളുകളും സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കേരളത്തിലെ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 60% ആളുകളും ഇന്ന് പോകുന്നത്, 60 അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വരൂ, താഴേക്ക് വരില്ല, സ്വകാര്യ ആശുപത്രികളിലാണ് പോവുക. അവരുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അവർക്ക് കയ്യിൽ പണമുണ്ടെങ്കിൽ അവർ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. കാരണം അത്യന്താധുനിക ചികിത്സകൾ അവിടെയാണ്, സൗകര്യങ്ങൾ അവിടെയാണ്. പ്രത്യേകിച്ചും ഈ ശുചിമുറി അടക്കമുള്ള കാര്യങ്ങൾ ഒരു വിഷയമാണ് സർ. സർക്കാർ സംവിധാനങ്ങളിൽ ഇതെല്ലാം പ്രോപ്പറായിട്ടുണ്ടോ? കാരണം മെഡിക്കൽ കോളേജിലടക്കം വരാന്തയിൽ കിടന്ന് ചികിത്സിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ അത്യന്താധുനികം എന്ന് പറയുക, നമ്പർ 1 എന്ന് പറയുക? അപ്പോൾ അത് നമ്പർ 1 അല്ല, അവിടെ ഇനിയും തിരുത്താനുള്ള ഘടകങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ തിരുത്തൽ എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എന്നതൊരു വിഷയമാണ്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ അതൊരു വിസിൽ ബ്ലോയിങ് ആയിരുന്നു. ആ വിസിൽ ബ്ലോവറായി രംഗത്ത് വന്ന് കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ DMEയുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. ആദ്യ
പ്രതികരണം അങ്ങനെയായിരുന്നു. പിന്നീട് ജനഹിതം എന്താണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് പിറ്റേ ദിവസമാകുമ്പോഴേക്കും നേരെ പ്ലേറ്റ് തിരിയുന്നത്. അല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ ഡോക്ടർക്കൊപ്പം നിന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരു റീഡിംഗ് അതാണ്. ആദ്യഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഗത്യന്തരമില്ലാതെ മന്ത്രി വി എൻ വാസവൻ അടക്കം ആ വീട്ടിലേക്ക് എത്തി സംസ്കാര ചടങ്ങുകൾക്കുള്ള പണം കൈമാറുന്ന ദൃശ്യമാണ് ഇന്നലെ വൈകുന്നേരമാകുമ്പോൾ നമ്മൾ കണ്ടത്. വൈകിയാണെങ്കിലും ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് വൈകിയാണെങ്കിലും തിരുത്തുന്നത് എന്നതാണല്ലോ. അപ്പോൾ ഇവിടെ നീതി നിഷേധിക്കപ്പെടാതിരിക്കാൻ ആ കുടുംബത്തിനൊപ്പം നിൽക്കുക എന്നതാണ് പ്രതിപക്ഷമായാലും മാധ്യമങ്ങളായാലും ചെയ്യേണ്ടത്. അത് ചാണ്ടിയുമനാണ് അവിടെ ഒരു ക്രൂസൈഡറായിട്ട് മുന്നിൽ നിന്നത് ചാണ്ടിയുമനാണ്, അല്ലാതെ പ്രതിപക്ഷത്തെ വലിയ നേതാക്കളൊന്നുമല്ല. അവിടെ ആ അപകടം ഉണ്ടായ വേളയിൽ തന്നെ അവിടെ നിന്നുകൊണ്ട് ബിന്ദുവിന് വേണ്ടി സംസാരിച്ചത് അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി ആദ്യം സംസാരിച്ചത് ചാണ്ടിയുമനാണ്. അത് ആത്മാർത്ഥമായിട്ടാണ് എന്ന് തന്നെയാണ് ചാണ്ടി മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായി തോന്നിയത്. കാരണം ആ വീട്ടിലേക്ക് ചെന്നപ്പോഴും നമ്മുടെ ലൈവിൽ തന്നെ വന്നിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് ചോദിക്കുമ്പോൾ ചാണ്ടി മറുപടി പറയുന്നത് ഈ ഒരുപാട് ഒന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ അച്ഛൻ്റെ പേരിലുള്ള ഫൗണ്ടേഷനിൽ നിന്ന് 5 ലക്ഷം രൂപ വീട് പുനർനിർമ്മിക്കാനായി കൊടുക്കാം, അതാണ് എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുക, ബാക്കി സർക്കാരാണ് ചെയ്യേണ്ടത്. അപ്പോൾ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നൊന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് ആദ്യം ആ കുടുംബത്തിനൊപ്പം നിന്നത് ചാണ്ടിയുമനാണ്. അത് ചെയ്യേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ വീണ ജോർജാണ്. അവിടെയാണ് എനിക്ക് അവരോടുള്ള വിയോജിപ്പ്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ആ കുടുംബത്തെ ചേർത്ത് നിർത്താൻ, ഒന്നുമില്ലെങ്കിലും മറുഭാഗത്ത് മരിച്ചു വീണത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആ ഒരു കരുണയെങ്കിലും നമുക്ക് ആ കുടുംബത്തോട് തോന്നേണ്ടതാണ്. അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു ബേസിക് കാര്യത്തിൽ പിഴവ് സംഭവിച്ചതിന് ശേഷം പിന്നീട് പ്രതിപക്ഷത്തെ പഴിച്ചിട്ട് കാര്യമില്ല. പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകും. ഇതേ സർക്കാർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ സോളാർ സമരം നടത്തിയതൊക്കെ വെറുതെയാണോ? സെക്രട്ടേറിയറ്റ് വളഞ്ഞത് വെറുതെയാണോ? ഇതേ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയല്ലേ? അപ്പോൾ സർക്കാരിൻ്റെ, അതായത് 2ാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷത്തിലേക്ക് എത്തുമ്പോൾ സമരങ്ങൾക്ക് കടുപ്പം കൂടും. ഈ വിഷയം തന്നെ കുറേ ദിവസങ്ങളിലേക്ക്, ഒറ്റ ദിവസത്തെ സമരം കൊണ്ടൊന്നും UDF നിർത്തുമെന്നോ BJP അല്ലെങ്കിൽ NDA നിർത്തുമെന്നോ ഞാൻ കരുതുന്നില്ല. കാരണം ഇത് സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമാണ്, സർക്കാരിനെതിരായ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, അതൊരു തുടർച്ചയുമാണ്. അതാണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. കാരണം ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ വെളിപ്പെടുത്തൽ, ഈ കെട്ടിടം തകർന്നുള്ള ബിന്ദുവിൻ്റെ മരണം, അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് അധികം പഴക്കമില്ലാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടിച്ച കെട്ടിടം, ആ തീപിടിച്ച കെട്ടിടത്തിലെ അത്യാഹിത വിഭാഗം പൂർണ്ണസജ്ജമായി, പ്രവർത്തന സജ്ജമായി ഇനിയും മാറിയിട്ടില്ല. അതൊക്കെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളായി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. അവിടെ നമ്മൾ പ്രതിപക്ഷത്തെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് വീഴ്ച പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതൊരു വീഴ്ചയാണ്, ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ള വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ. ഞാൻ പോസിറ്റീവായി കാണുന്ന മറ്റൊരു കാര്യം, ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും കെട്ടിടങ്ങൾക്കുള്ള അപാകതകൾ പരിശോധിക്കുന്നതിനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ. അതിനായിട്ടുള്ള നീക്കവും തുടങ്ങിയിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള മൂവാണ്. അതായിരുന്നു ആരോഗ്യമന്ത്രി ഈ അപകടത്തിന്റെ വേളയിൽ ആദ്യം അനൗൺസ് ചെയ്യേണ്ടിയിരുന്നത് എന്നതാണ് ഈ വിഷയത്തിൽ. ഞാനായിരുന്നു അവരുടെ സ്ഥാനത്തെങ്കിൽ ആദ്യം ചെയ്യുക അതാണ്. സമാന രീതിയിൽ പൊളിക്കാറായി കിടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി അവിടെയാണ് ആക്ട് ചെയ്യേണ്ടത്. അല്ലാതെ പഴയ കണക്ക് കൊണ്ടുവന്ന് 2013 ഇതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു താരതമ്യത്തിനപ്പുറം ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? നമ്മൾ മൂവ് ഫോർവേഡ് എന്നാണ് പറയുക, അല്ലാതെ ബാക്ക്ലോഗ് എടുത്ത് വെച്ചിട്ട് അവരങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുകയല്ല വേണ്ടത്. അവർ ചെയ്തത് ചെയ്യാനായിട്ടല്ല LDF സർക്കാരിനെ തെരഞ്ഞെടുത്തത്, തുടർ ഭരണം കൊടുത്തത്. ഇനി ഒരു തുടർ ഭരണം കൂടി ജനം തന്നെന്ന് വരാം. അത് ഇല്ലാതാക്കരുത്, അത് ഇങ്ങനെയുള്ള പിടിവാശികൾ മൂലം ഇല്ലാതാക്കരുത് എന്നതാണ് സർക്കാരിനോട് പറയാനുള്ളത്. പ്രതിപക്ഷം ഇതേ സമയം തന്നെ ഈ സമരം നടത്തുന്ന പ്രതിപക്ഷം പെർഫെക്റ്റ് ഓക്കെ ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ. കാരണം പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുമ്പോൾ അവർ കൺസ്ട്രക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങളും പറയാതെ പോകുന്നുണ്ട്. ചാണ്ടിയുമൻ പറഞ്ഞതുപോലെ ആ രീതിയിൽ ആ കുടുംബത്തിന് വേണ്ടി സംസാരിക്കുന്നവരെയൊന്നും ഇന്ന് നമ്മൾ കണ്ടില്ല. ഇന്ന് വീണ ജോർജിനെതിരെയാണ്. വീണ ജോർജ് കപ്പൽ കപ്പിത്താൻ എന്നൊക്കെ പറഞ്ഞ് അവരെ പരിഹസിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരമൊക്കെയാണ് നമ്മൾ കാണുന്നത്. അത് അവർ പറഞ്ഞ ഒരു വാചകത്തോടുള്ള, അത് വ്യക്തി കേന്ദ്രീകൃതമാവുകയാണ്, വിഷയമല്ല. വിഷയത്തിൽ നിന്ന് മാറി വ്യക്തിയിലേക്ക് തിരിയുകയാണ്. അതിനപ്പുറം ആ വിഷയത്തിൽ ആ കുടുംബത്തെ സഹായിക്കുന്നതിൽ, ഇതുപോലെയുള്ള വീഴ്ചകൾ ഒഴിവാക്കാൻ കെട്ടിടങ്ങൾ നവീകരിക്കുന്നതിൽ എന്തുകൊണ്ട് മറ്റ് തകർന്നു കിടക്കുന്ന, നമ്മൾ ലൈവത്തോണിൽ കണ്ടെത്തിയല്ലോ, അതുപോലെ തകർന്നു കിടക്കുന്ന അല്ലെങ്കിൽ തകരാറായി കിടക്കുന്ന കെട്ടിടങ്ങളുണ്ടല്ലോ, അത് എവിടെയൊക്കെയാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അവിടെ ഒരു സമരം പ്രതിപക്ഷം നടത്തുകയായിരുന്നെങ്കിൽ അത് NDA ആയാലും UDF ആയാലും അതാണ് നടത്തേണ്ടത്. അതാണ് നമ്മൾ മൂവ് ഫോർവേഡ് എന്ന് പറയുന്നതാണ്. ഇവിടെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടം മോശമാണ്, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ആ കെട്ടിടം ഇങ്ങനെ തകരാറായി കിടക്കുകയാണ്, ഇത് സർക്കാർ ഇടപെടണം എന്ന് പറഞ്ഞൊരു സമരം നടത്തുക. ആ സമരത്തിലൂടെ അതിനൊരു പരിഹാരം ഉണ്ടാക്കുക. അതിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിന്റെ വക്താവായിട്ടാണ് അധികാരത്തിലേക്ക് വന്നത്. രമേശ് ചെന്നിത്തല മാറി, VD സതീശൻ വരുമ്പോഴുള്ള ചേഞ്ച് അതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ചേഞ്ച് ഇവിടെ കാണുന്നില്ല. മന്ത്രി ഉരുട്ടിയിട്ടതാണോ കെട്ടിടമെന്ന് മന്ത്രി VN വാസവൻ ചോദിക്കുന്നുണ്ട്. വീണ ജോർജ് ഉരുട്ടിയിട്ടതല്ല, കാരണം വീണ ജോർജ് ഇപ്പുറത്ത് നിൽക്കുകയായിരുന്നു, ഉരുട്ടിയിട്ടിട്ടില്ല, അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ മന്ത്രി അവിടെ നടത്തിയ ആ ഒരു പ്രസ്താവനയിൽ ആദ്യത്തെ വാചകത്തിൽ അവർക്ക് ഈ കമ്പാരിസണിലേക്ക് പോയതിലൊക്കെ അവർക്കുണ്ടായിട്ടുള്ള വീഴ്ച അത് അവർ അംഗീകരിക്കുമായിരിക്കും. കാരണം അവർ ഈ അപകടം ഉണ്ടായപ്പോൾ അത് നേരിട്ട് കണ്ടതിൻ്റെ, അപ്പോൾ പ്രതികരിച്ചതിൻ്റെയൊക്കെ ഒരു ഷോക്കിലായിരിക്കും. ആ ഷോക്ക് മാറിക്കഴിഞ്ഞ് അവർ കൃത്യമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കുമായിരിക്കും. അതിനായി കാത്തിരിക്കാം. എൻ്റെ ഫൈനൽ ടേക്ക്, വിമർശനങ്ങളോട് വിരോധം അത് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിലൂടെ വ്യക്തമാണ്. ഇനി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. വിമർശനങ്ങളെ പുച്ഛിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, ഉരുട്ടിയിട്ടതാണോ എന്നുള്ള ചോദ്യമൊക്കെ അനവസരത്തിലാണ്. അതൊന്നും സർക്കാരിന് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. Meet the editors.